പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവകൃപയാലെ. കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ സ്വർഗമൊരുക്കിയിടും. കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ സ്വർഗമൊരുക്കിയിടും. ഒരുമിച്ചുള്ള ജീവിതം ഒരുമയിൽ തന്നെ ജീവിക്കും. ഒന്നിച്ചുണ്ടുറങ്ങും ഞങ്ങൾ വേർപിരിയില്ല. പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവകൃപയാലെ. പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവകൃപയാലെ. കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ സ്വർഗമൊരുക്കിയിടും. കുറവുകളൊന്നും നോക്കില്ല, അയോഗ്യതയൊന്നും കാണില്ല. സഭയേശു സ്നേഹിച്ചതുപോൽ സ്നേഹിക്കും ഞാൻ. പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവകൃപയാലെ. പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവകൃപയാലെ. കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ സ്വർഗമൊരുക്കിയിടും. കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ സ്വർഗമൊരുക്കിയിടും. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 23-ാമത്തെ വചനം. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തല ആകുന്നതുപോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകും. യേശുക്രിസ്തു ആ സഭ സ്ഥാപിച്ചത്. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പോടുകൂടെയാണ് സഭ. ഇവിടെ പറയുകയാണ്, എഫേസ്യർക്ക് എഴുതിയ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. സഭ, ആ സഭ അതിൻ്റെ തലയാരാണ്? നിങ്ങൾ യേശുവിൻ്റെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചെങ്കിൽ നിങ്ങളൊരു സഭയുടെ അംഗമായി തീർന്നിരിക്കുകയാണ്. ആ സഭയുടെ തലയാരാണ്? ക്രിസ്തുവാണ്, വേറെ ആരുമല്ല എന്ന് പറയാതെ ക്രിസ്തു അടിസ്ഥാനമായി എല്ലാത്തിൻ്റെ തല ക്രിസ്തു ആയിരിക്കും. അതുപോലെ കുടുംബജീവിതവും ക്രിസ്തു യേശുവിലാണ് സ്ഥാപിതമായിരിക്കും. യേശു ക്രിസ്തുവാണ് കുടുംബത്തിൻ്റെ നാഥൻ. അത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൽ 22 മുതലുള്ള വാക്യങ്ങളിൽ ക്രിസ്തീയ കുടുംബ ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ്. അവിടെ പറയാണ്, ഭാര്യമാരെ കർത്താവിനെന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങും. ഇത് ഭർത്താക്കന്മാരെപ്പോഴും ഭാര്യമാരുടെ മുമ്പിൽ പ്രയോഗിക്കുന്നൊരു വചനമാണ്. അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നൊരു വചനമാണ്. ഭാര്യമാരെ കർത്താവിനെന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർ കീഴടങ്ങും. യെസ്, തീർച്ചയായിട്ടും അത് ചെയ്യണം. അതെന്തുകൊണ്ടാണ് അത് ചെയ്യേണ്ടത്? ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവാണ്. നമ്മുടെ ശരീരത്തെ രക്ഷിതാവായി. എന്നിട്ട് പറയാം, സഭയ്ക്ക് തലയായി. ക്രിസ്തുവിൻ്റെ ശരീരം എന്താണ്? സഭയാണ്. ആ സഭയുടെ തലയാരാണ്?
ക്രിസ്തുവാണ്. ആ ക്രിസ്തുവായിരിക്കുന്ന അതേ സ്ഥാനത്താണ് രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ, അതുപോലെ തന്നെയാണ് ഭർത്താവ് ഭാര്യയ്ക്ക് തലയായിരിക്കുന്നത്. അത്ര ഒരു പ്രാധാന്യമാണ് കുടുംബജീവിതത്തിൽ പുരുഷന്മാർക്ക് ദൈവം വച്ചിട്ടുള്ളത്. എന്നിട്ട് പറയാണ്, എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. നിങ്ങളുടെ ഭാര്യയ്ക്ക് ശമ്പളം കൂടുതലെങ്കിൽ, ഭർത്താവിന് ശമ്പളം കുറവാണെങ്കിലും, ഭർത്താവിന് ജോലിയില്ല ഭാര്യയ്ക്ക് നല്ല ഉന്നത ജോലി ഉള്ളവരാണെങ്കിലും, സൗന്ദര്യം കൂടുതലുള്ളവരാണെങ്കിലും, ദൈവവചനം പറയുന്നത് ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ കീഴ്പ്പെട്ടിരിക്കണം. അത് ദൈവം വച്ചൊരു വ്യവസ്ഥയാണ്. അങ്ങനെ കീഴ്പ്പെട്ടിരിക്കുന്ന കുടുംബത്തിൽ വലിയ അനുഗ്രഹങ്ങളും സന്തോഷവും ഒക്കെ ഉണ്ടാവും. സകലത്തിനും കീഴ്പ്പെട്ടിരിക്കണമെന്ന് പറയും. എന്നിട്ട് പറഞ്ഞ ഭർത്താക്കന്മാരുടെ പിന്നെ പറഞ്ഞു, ഭർത്താക്കന്മാരപ്പം എന്താ ചെയ്യേണ്ടത്? ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ. എങ്ങനെയാണ് സഭയെ ക്രിസ്തു സ്നേഹിച്ചത്? സഭയ്ക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു സ്വന്തം ജീവൻ തന്നു, സ്വർഗീയ മഹിമകൾ വേണ്ടി. അങ്ങനെ എല്ലാം നഷ്ടപ്പെടുത്തിയ ക്രിസ്തുവിനെ പോലെ ആവണം നമ്മൾ. അവിടെ പറയണം, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അതാണ് അതിൻ്റെ ലെവൽ. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. സഭയെ അങ്ങനെ നിർത്താൻ വേണ്ടി യേശു ക്രിസ്തു അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ചെയ്യണം, ഔവണ്ണം തന്നെ എന്ത് ചെയ്യണം? ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകും. ഭർത്താക്കന്മാരെങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ. ഞാൻ പണ്ട് ഒരു സംഭവം കേട്ടിട്ടുണ്ട്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദേവാലയത്തിൽ ഒരു പുരോഹിതൻ പ്രസംഗിക്കുമ്പം അവിടെ ഇരുന്ന ആളുകളോട് ചോദിച്ചു എന്നാണ്, നിങ്ങളുടെ ഭാര്യമാരെ ഒരിക്കലും ഉപദ്രവിക്കാത്ത ആളുകൾ, സ്വന്തം ശരീരം പോലെ കണ്ട, ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ കരമുയർത്താത്ത, അടിക്കാത്ത ഭർത്താക്കന്മാരുണ്ടോ എന്ന് ചോദിച്ചു. 100-500 പേരിരുന്ന ആ സഭയിൽ ഒരപ്പച്ച മാത്രമേ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. യെസ്, പ്രിയപ്പെട്ടവരെ, ഭാര്യമാരെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? ക്രിസ്തു സഭയെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ സ്നേഹിക്കണം. എന്നിട്ട് പറഞ്ഞു, അവളെ വചനത്തോടുകൂടെ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ തങ്ങളുടെ ഭാര്യമാരെ എങ്ങനെ സ്നേഹിക്കണം? സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകും. എന്നിട്ട് പറയാം, ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ യഥാർത്ഥമായി തന്നെത്താൻ സ്നേഹിക്കുന്നു. എന്നിട്ട് പറയാം, ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചില്ലല്ലോ. ഇനി 33-ാമത്തെ വാർത്ത, എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ്റെ ഭാര്യയെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. എന്നിട്ട് പറയാം, ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടണം, കീഴ്പ്പെടണം. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ വലിയ അനുഗ്രഹം ഉണ്ടാകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പിതാവെ, പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ഇന്ന് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുടുംബജീവിതം കൊടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാര്യമാർ ഭർത്താക്കന്മാരെ ഭയപ്പെട്ടും ഭർത്താക്കന്മാർ ഭാര്യമാരെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കുന്നവരായി തീരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ തുറക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം വച്ചിരിക്കുന്ന കുടുംബജീവിതത്തിൻ്റെ ശ്രേഷ്ഠത, ക്രിസ്തീയ കുടുംബജീവിതത്തിൻ്റെ ആ വിശുദ്ധി തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം വചനത്തിലൂടെ
കറയില്ലാത്തവരായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ അസ്വസ്ഥത അനുഭവിക്കുന്നവർ, കുടുംബജീവിതത്തിൽ ഡൈവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്നവർ, അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിവരിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ തുറക്കണമേ. ഒന്ന് ജീവിക്കാൻ ആവശ്യമായ കർത്താവെ ദൈവകൃപ ഓരോ പ്രിയപ്പെട്ടവർക്കും നൽകണേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവകൃപയാലെ, കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ, സ്വർഗമൊരുക്കിയിടും. കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ, സ്വർഗമൊരുക്കിയിടും.